നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ അഭിഭാഷകയ്ക്കെതിരെ വിചാരണ കോടതിയുടെ അതിരൂക്ഷ വിമർശനം. വിചാരണ സമയത്ത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ് അഭിഭാഷക കോടതിയിലെത്തിയത്. അരമണിക്കൂർ മാത്രമാണ് അഭിഭാഷക കോടതിയിൽ ഉണ്ടാകാറുള്ളത്. ആ സമയം ഉറങ്ങുകയാണ് പതിവ്. വിശ്രമസ്ഥലം എന്ന രീതിയിലാണ് അഭിഭാഷക കോടതിയിൽ എത്താറുള്ളത്. എന്നിട്ടാണ് കോടതി അത് കേട്ടില്ല, പരിഗണിച്ചില്ല എന്ന് പറയാറുള്ളതെന്നും കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് വിമർശനം. അതിജീവിതയുടെ അഭിഭാഷക ഇന്നും ഹാജരായില്ല. മുജിതബയുണ്ട് വിവരങ്ങൾ നൽകാനായി. മുജിതബ, അതിരൂക്ഷമായ ഒരു വിമർശനമാണ് ഈ അതിജീവിതയുടെ അഭിഭാഷകയ്ക്കെതിരെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അഭിഭാഷകയ്ക്കെതിരെ കോടതി പറഞ്ഞത്? അജയ്, ഈ വിചാരണ കോടതി ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കണ്ടംപ്റ്റ് കേസുകൾ, കോടതിയലക്ഷ്യ നടപടികളാണ് പരിഗണിച്ചത്. പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ മാധ്യമ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ബൈജു പൗലോസ്, അതോടൊപ്പം തന്നെ അതിജീവിത തന്നെ നൽകിയ, നടി തന്നെ നൽകിയ കോടതിയലക്ഷ്യ, ശ്രീലേഖയ്ക്കെതിരെ നൽകിയ കോടതിയലക്ഷ്യ ഹർജികളൊക്കെ കോടതിയുടെ പരിഗണനയിലുണ്ട്. ഇന്ന് അത്തരം വിഷയങ്ങൾ ഒരുമിച്ച് ആ പെറ്റീഷനുകൾ പരിഗണിക്കുന്നതിനിടയിലാണ് അതിജീവിത നൽകിയ, അല്ലെങ്കിൽ ഈ നടി തന്നെ നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട് അവരുടെ ഈ ടി.ബി. മിനിയുടെ ജൂനിയർ ഹാജരായത്. ആ സമയത്താണ് കോടതി ടി.ബി. മിനി എവിടെയാണ് എന്ന രൂപത്തിൽ ചില ചോദ്യങ്ങൾ, അവരെവിടെ എന്ന്, അതായത് സീനിയർ വക്കീൽ എവിടെയാണെന്നാണ് കോടതിയുടെ ചോദ്യത്തിന്റെ അർത്ഥം. ആ തലക്ക് അപ്പോഴാണ് അവർ വന്നിട്ടില്ല, തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്നുള്ള രൂപത്തിൽ പറഞ്ഞത്. അപ്പോഴാണ് കോടതി കുറെ അധികം വിമർശനങ്ങൾ ഈ അതിജീവിതയുടെ അഭിഭാഷകയ്ക്കെതിരെ നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ അവരെത്ര ദിവസം കോടതിയിൽ വന്നിട്ടുണ്ട് എന്നറിയുമോ? ആകെ 10 ദിവസത്തിൽ താഴെയാണ് അവർ കോടതിയിൽ വന്നിട്ടുള്ളത്. അത് വരുന്ന സമയത്ത് തന്നെ ആകെ അരമണിക്കൂർ മാത്രമാണ് ഈ ടി.ബി. മിനി കോടതിയിൽ ചെലവഴിക്കാറുള്ളത്. വന്നാൽ തന്നെ ഏതെങ്കിലും ഒരു വശത്ത് ഇരുന്ന് ഉറങ്ങും. ഒരു കോടതി ഒരു വിശ്രമ സ്ഥലം എന്ന രൂപത്തിലാണ്. അവർ വല്ലപ്പോഴും കയറി വരും, അപ്പോൾ തന്നെ ഇറങ്ങിപ്പോവും. വന്ന സമയത്ത് തന്നെ കോടതിയിൽ ഇരുന്ന് ഉറങ്ങും എന്നൊരു വിമർശനമാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെയൊക്കെ കോടതിയിൽ പെരുമാറിയ ശേഷം ഈ വിധി വന്ന സമയത്താണ് അവർ കോടതി അത് ചെയ്തില്ല, അല്ലെങ്കിൽ കോടതി അവരുടെ ആ വാദം പരിഗണിച്ചില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറഞ്ഞത് കോടതി മുഖവിലക്കെടുത്തില്ല എന്നുള്ള വിമർശനങ്ങൾ പുറത്തു നടത്തുന്നത് എന്ന രൂപത്തിലാണ് ഈ ജഡ്ജിയുടെ ഹണീം വർഗീസ് ഈ കോടതിയിൽ ഇന്ന് ഒരു പരാമർശം നടത്തിയത്. എന്തായാലും അതിരൂക്ഷ വിമർശനം എന്ന് തന്നെ പറയാം. നോക്കൂ, ഈ ആദ്യം ശിക്ഷ വിധിക്കുകയും പിന്നെ ആദ്യ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും തൊട്ടടുത്ത 2ാമത്തെ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് 13-ാം തീയതി ഇവർ, ഈ 12-ാം തീയതി ഇവർ കുറ്റം എന്താണെന്ന്, അല്ലെങ്കിൽ അവർക്കുള്ള ശിക്ഷ എന്താണെന്ന് വിധിക്കുന്ന സമയത്ത് പോലും ഈ നടിയുടെ അഭിഭാഷക കോടതിയിൽ ഉണ്ടായിരുന്നില്ല. അവർക്ക് നടിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിച്ചിരുന്നു. പക്ഷേ അന്നേരം അവിടെ ഹാജരുണ്ടായിരുന്നില്ല എന്നതുൾപ്പെടെയുള്ള വസ്തുതകൾ നമുക്ക് മുമ്പിലുണ്ട്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ രൂക്ഷമായ വിമർശനം കോടതി ഉന്നയിക്കുകയാണ്. വല്ലപ്പോഴും മാത്രം കോടതിയിൽ വരികയും കോടതിയിൽ വന്ന സമയത്ത് തന്നെ ഒന്നും പറയാതെ ഒരു വശത്തിരുന്ന് ഉറങ്ങുകയും അതിനുശേഷം അല്പസമയം കഴിഞ്ഞ് മടങ്ങുകയും ഒക്കെ ചെയ്ത് കോടതിയിൽ ഈ രൂപത്തിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അവതരിപ്പിക്കുകയോ പറയുകയോ ചെയ്യാതെ പിന്നീട് കോടതിക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് ഇപ്പോൾ ഒരു വിമർശനം ജില്ലാ ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ ജില്ലാ ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല, ഈ കേസ് പരിഗണിച്ച ജഡ്ജിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു വിമർശനം വരുമ്പോൾ അത് അത്യന്തം ഗൗരവം തന്നെയല്ലേ മുജിതബ? കാരണം ഈ വിഷയത്തിൽ തീർച്ചയായും ഒരു വിശദീകരണം നടിയുടെ അഭിഭാഷകയായിരുന്ന ടി.ബി. മിനിയുടെ ഭാഗത്തു നിന്നും ഇനി വരേണ്ടതില്ലേ ശരിക്കും? അവർക്ക് വേണമെങ്കിൽ കോടതിയിൽ അങ്ങനെ അറിയിച്ചാൽ മതി. പക്ഷെ കോടതി അങ്ങനെ ഒരു വിമർശനം, അതിന് മറുപടി ലഭിക്കണം എന്നുള്ള രൂപത്തിലല്ല ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ മറുപടി പറയാം, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ ഇപ്പോൾ തന്നെ അവർ പല പൊതു പ്ലാറ്റ്ഫോമുകളിലും ജഡ്ജിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. കോടതി പക്ഷപാതപരമായി പെരുമാറിയെന്നത് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ അത് വിചാരണ നാളുകളിലെ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട്. അതല്ല, ഇത് അവർ തന്നെ നൽകിയ, ഈ നടി തന്നെ നൽകിയ ആ ശ്രീലേഖ ഒരു യൂട്യൂബ് ചാനലില് നൽകിയ, പ്രത്യേകിച്ച് ജില്ലാ ജഡ്ജി ഈ രൂപത്തിലാണ്, അല്ലെങ്കിൽ പലതരത്തിലാണ് ദിലീപിനോട് അങ്ങേയറ്റം ബഹുമാനമാണ് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ ശ്രീലേഖയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആ യൂട്യൂബ് ക്ലിപ്പ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച് കോടതിയലക്ഷ്യ നടപടി എടുക്കണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചില തിരുത്തുണ്ട്. അതായത് ജഡ്ജിക്കെതിരെയല്ല, ഈ നടിയുമായി ബന്ധപ്പെട്ടും കേസിന്റെ മെറിറ്റ് സംബന്ധിച്ചുമാണ് ശ്രീലേഖ ചില പരാമർശങ്ങൾ നടത്തിയത്.
അതിനെതിരെയാണ് അതിജീവിത തന്നെ നടി തന്നെ കോടതിയിൽ ഒരു പരാതി നൽകിയത്. ആ രൂപത്തിൽ ചില പരാമർശങ്ങളൊക്കെ നടത്തിയതുമായി ബന്ധപ്പെട്ട് ഇവർ തന്നെ ഒരു കോടതി അലക്ഷ്യ ഹർജി നൽകിയിരുന്നു. അത് അത്തരം കോടതി അലക്ഷ്യ നടപടികൾ, പ്രത്യേകിച്ച് വർഷങ്ങളായി നീണ്ട അല്ലെങ്കിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ നേരിട്ട ഒരു കേസ് അല്ലെങ്കിൽ ഒരു ജഡ്ജി, ഒരു കോടതി, ആ രൂപത്തിലുള്ള പ്രതികൾ ഒക്കെ വളരെ വിമർശനാത്മകമായി പല രൂപത്തിൽ സമൂഹത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ആ നിലയ്ക്കാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് വിവിധ കണ്ടംപ്റ്റ് കേസുകൾ, കോടതി അലക്ഷ്യ ഹർജികൾ കോടതി പരിഗണിച്ചു. അപ്പോൾ ശ്രീലേഖയുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതി, ആ പരാതിയിൽ തന്നെ പരാതിക്കാരിയുടെ അഭിഭാഷക തന്നെ ഇല്ല. അവർക്ക് വേണ്ടി ജൂനിയറാണ് ഹാജരായിട്ടത്. സാധാരണഗതിയിൽ അങ്ങനെ ഹാജരാകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജൂനിയർമാർക്ക് ഹാജരാകാറുണ്ട്. പക്ഷെ ഇന്ന് ഈ ജൂനിയർ എഴുന്നേറ്റ് നിന്നപ്പോഴാണ് TV വിനി എവിടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഈ വിമർശനം വന്നത്. ഇത് ഇപ്പോഴുണ്ടായ ഒരു വിമർശനമായി നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. കാര്യം കോടതിക്കെതിരെ പല കാര്യങ്ങളും പുറത്ത് പല പ്ലാറ്റ്ഫോമുകളിലും ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ അങ്ങനെ വിമർശനം ഉന്നയിക്കുന്നയാളുടെ കോടതിയിൽ വന്നാലുള്ള സമീപനം ഇങ്ങനെയാണ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ് ജഡ്ജി ചെയ്തത്. അജി സൂചിപ്പിച്ചതുപോലെ കുറെ അധികം ഗൗരവം ഈ വിമർശനത്തിനുണ്ട് എന്നൊരു കാര്യം ശ്രദ്ധേയമാണ്. പക്ഷേ മിനിയുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണം ഉണ്ടാവുക? കോടതിയിൽ അങ്ങനെ രേഖാമൂലം പറയേണ്ടതായി ഒരു കാര്യമില്ല. അവർക്ക് ഈ കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. മറ്റത് അവരുണ്ടെങ്കിൽ അവർക്ക്